രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാം. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാം. കാന്തൻ വരാറായി നാമം പോകാറായി. കാന്തൻ വരാറായി നാമം പോകാറായി. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ധ്യാനത്തിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം യേശുവിൻ്റെ രക്തം, ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നുള്ളതാണ്. അതിന് ആധാരമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം. കൊലോസ്യർ 1:20. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം. സ്നേഹാനും പരിശുദ്ധമായ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. കർത്താവെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഞങ്ങൾ അങ്ങയുടെ വേദന മുമ്പായിരിക്കട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവ് അവിടെയെങ്കിലും ശക്തീകരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗ്ഗ നല്ല പിതാവേ, ആമേൻ. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ചുരുക്കമായി പ്രതിപാദിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. കൊലോസ്യർ 1:20 നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിൽ ഉള്ളതോ സ്വർഗത്തിലുള്ളതോ ആയ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് ധരിപ്പിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി. ഒന്നാമതായി, യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം നിമിത്തം നമുക്ക് പാപമോചനം ലഭിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26:28 പറഞ്ഞിരിക്കുന്നത്, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം എന്നാണ്. യേശു കർത്താവിൻ്റെ തന്നെ വാക്കുകളാണ് ഇത്. രണ്ടാമതായി, യേശുവിൻ്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. 1 യോഹന്നാൻ 1:7 അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് വായിക്കുന്നു. അതുപോലെ എബ്രായർ 9:14 യേശുവിൻ്റെ രക്തം നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കുന്നു എന്നും എഴുതിയിരിക്കുന്നു. മൂന്നാമതായി, യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് സമാധാനമുണ്ട്. അത് കൊലോസ്യർ 1:20 രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാലാമതായി, യേശുവിൻ്റെ രക്തം മൂലം നമുക്ക് ദൈവവുമായി നിരപ്പ് പ്രാപിക്കുവാൻ കാരണമായി തീർന്നു. ദൈവത്തോട് നിരക്കുവാൻ യേശു എന്ന മധ്യസ്ഥൻ മാത്രമേ ഉള്ളൂ. അപ്പോസ്തല പ്രവർത്തികൾ 4:12 മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യന് നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അഞ്ചാമതായി, യേശുവിൻ്റെ രക്തം മൂലം അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ധൈര്യത്തോടെ പ്രവേശിപ്പാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. എബ്രായർ 9:12, 10:19 ഇതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും എന്നവിടെ നമുക്ക് കാണാം. ആറാമതായി, ക്രിസ്തുവിൻ്റെ രക്തത്താൽ സഭയെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് അപ്പോസ്തല പ്രവർത്തികൾ 20:28 നമുക്ക് കാണാവുന്നതാണ്. താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച് ദൈവത്തിൻ്റെ സഭയെ മേയ്ക്കാൻ എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏഴാമതായി, യേശുവിൻ്റെ രക്തം നമുക്ക് നിത്യജീവൻ നൽകുന്നുവെന്ന് യോഹന്നാന്റെ സുവിശേഷം 6:54 രേഖപ്പെടുത്തിയിരിക്കുന്നു. അവസാനമായി, യേശുവിൻ്റെ രക്തം പിശാചിൻ്റെ മേൽ ജയം നേടുവാൻ നമ്മെ സഹായിക്കുന്നു. വെളിപ്പാട് 12:11 അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ നോയമ്പ് കാലയളവിൽ നമുക്ക് ഒന്നുകൂടി നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാം. യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയെപ്പറ്റി നമുക്ക് ഓർക്കാം. പാപക്ഷമയും ശുദ്ധീകരണവും ദൈവത്തോട്
നിരപ്പും നിത്യജീവനും നൽകുന്ന രക്തമാണ് യേശുവിൻ്റെ രക്തം. അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ധൈര്യത്തോടെ പ്രവേശിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നതാണ് യേശുവിൻ്റെ രക്തം. ഈ യേശുവിൻ്റെ രക്തം നമ്മെ കഴുകട്ടെ. ഈ യേശുവിൻ്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കട്ടെ, നമുക്ക് സമാധാനം നൽകട്ടെ, നമ്മെ ദൈവത്തോട് ധരിപ്പിക്കട്ടെ, നിത്യജീവൻ്റെ അവകാശികളാക്കി നമ്മെ തീർക്കട്ടെ, ശത്രുവിനെ ജയിപ്പാൻ കൊണ്ട് നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെ നാം ജയാളികളായി തീർന്ന് യേശുവിനോട് അനുരൂപപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാ മുഖാന്തരം നമ്മളെ ശക്തീകരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വചനങ്ങളെ അവസാനിപ്പിക്കുന്നു. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരയണമേ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ നമുക്കുണ്ട്. സാത്താനോട് എതിർത്തിടാം ദൈവജനമേ, ഇനി തോൽവിയില്ല, ജയം നമുക്ക് അവകാശമേ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ നമുക്കുണ്ട്. സാത്താനോട് എതിർത്തിടാം ദൈവജനമേ, ഇനി തോൽവിയില്ല, ജയം നമുക്ക് അവകാശമേ. കാലമേറെയില്ലല്ലോ കാഹളം നാം കേട്ടിടാം, കാലമേറെയില്ലല്ലോ കാഹളം നാം കേട്ടിടാം. കാന്തൻ വരാറായി നാമം പോകാറായി, കാന്തൻ വരാറായി നാമം പോകാറായി. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക, തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. ആത്മബലത്താലെ നാം കോട്ടകൾ തകർത്തിടാം, രോഗം ദുഃഖം മാറിടും യേശുനാമത്തിൽ. ഇനി ഭീതിയില്ല, ജയം നമുക്ക് അവകാശമേ. ആത്മബലത്താലെ നാം കോട്ടകൾ തകർത്തിടാം, രോഗം ദുഃഖം മാറിടും യേശുനാമത്തിൽ. ഇനി ഭീതിയില്ല, ജയം നമുക്ക് അവകാശമേ. കാലമേറെയില്ലല്ലോ കാഹളം നാം കേട്ടിടാം, കാലമേറെയില്ലല്ലോ കാഹളം നാം കേട്ടിടാം. കാന്തൻ വരാറായി നാമം പോകാറായി, കാന്തൻ വരാറായി നാമം പോകാറായി. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക, തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. ശാപങ്ങൾ തകർന്നിടും യേശുവിന്റെ നാമത്തിൽ, ഭൂതങ്ങൾ വിട്ടോടിടും യേശുനാമത്തിൽ. ഇനി ശോകമില്ല, ജയം നമുക്ക് അവകാശമേ. ശാപങ്ങൾ തകർന്നിടും യേശുവിന്റെ നാമത്തിൽ, ഭൂതങ്ങൾ വിട്ടോടിടും യേശുനാമത്തിൽ. ഇനി ശോകമില്ല, ജയം നമുക്ക് അവകാശമേ. കാലമേറെയില്ലല്ലോ കാഹളം നാം കേട്ടിടാം, കാലമേറെയില്ലല്ലോ കാഹളം നാം കേട്ടിടാം. കാന്തൻ വരാറായി നാമം പോകാറായി, കാന്തൻ വരാറായി നാമം പോകാറായി. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക, തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങി